ബഹ്മൻ സഫേദ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ബഹ്മൻ സഫേദ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആയുർവേദിക് ഹെർബ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലാക്ക് ഓഫ് ലിബിഡോ. ലിബിഡോ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കൂടുതൽ കാമ തൃഷ്ണ എന്നൊക്കെ പറയും. താല്പര്യം വർദ്ധിപ്പിക്കുക, സെക്ഷൽ ഡിസയറിനെ വർദ്ധിപ്പിക്കുക. ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ. ഇപ്പോ പ്രമേഹമൊക്കെ ഉള്ള ആളുകൾക്ക്, ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ഉദ്ധാരണ പ്രശ്നം, പുരുഷന്മാരിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു, ഉദാഹരണക്കുറവിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ, ED എന്നാണ് അതിന് പറയുന്നത്. ആ ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ കുറയ്ക്കാൻ പൊതുവെ ഒരു 40 എബോ 40 വയസ്സ് 50 വയസ്സിനൊക്കെ ശേഷം പുരുഷന്മാരിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കണ്ടുവരുന്നു. ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് വളരെയധികം ഗുണകരമാണ്. പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകുന്നതായിട്ടും അതിന്റെ ഒരു എനർജി കിട്ടുന്നതായിട്ടും ഒക്കെ തന്നെ പിന്നെ കണ്ടുവരുന്നുണ്ട്. അത് വിത്തിൻ ഡേയ്സ്. അത് കരുതി ഇതൊരു വയാഗ്ര പോലുള്ള ഒരു ഉൽപ്പന്നമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. വയാഗ്ര എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. സിൽഡനാഫിൽ സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതിനൊരുപാട് ദോഷ വശങ്ങളുണ്ട്. അത് കാർഡിയാക് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്, BP അധികരിക്കാനുള്ള ചാൻസ്, അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ സിൽഡനാഫിൽ സിട്രേറ്റ് എന്ന് പറയുന്ന ഈ വയാഗ്ര എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ടുള്ള അലോപ്പതി ഡ്രഗിനുണ്ട്. അതൊക്കെ അതുമായി ഇതിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റുകളുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ, ഉദാഹരണ പ്രശ്നങ്ങളുടെ ആ ഒരു കുറവ് പരിഹരിക്കാനും ഒക്കെ തന്നെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു. വിത്തിൻ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നാച്ചുറൽ ആയിട്ട് സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ ആ ഒരു എനർജി ലെവല് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാമിന, അതായത് സ്ട്രെങ്ത്, സ്റ്റാമിന, വിഗർ, വിറ്റാലിറ്റി, ഈ 4 ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് ഒരുപോലെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങളാണ് ഇതിനകത്ത്, മോർ പവറിനകത്ത് ചേർന്നിട്ടുള്ളത്. യൂസറിന് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ ആർത്രൈറ്റിസ്, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ഇംപ്രൂവിങ് സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ബഹ്മാൻ സഫേദ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അധികം ഉയരൊന്നും വരാത്ത ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിലില്ലേ ഇത്, പിന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ചെടി കണ്ടുവരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഹെർബ് ഗാർഡനുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലോ സ്പേം കൗണ്ട്, അതായത് പുരുഷ ബീജ കുറവ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അപാരമായ കഴിവ് ഈ ബഹ്മൻ സഫേദിനുണ്ട്. അതുപോലെ പ്രിമേച്ചർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം, ജനറൽ വീക്ക്നെസ്, പൊതുവേ ഉണ്ടാവുന്ന പലതരത്തിലുള്ള വീക്ക്നെസ്സുകൾ, അതൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്നു. ബെനിഫിഷ്യൽ ഇൻ യൂറിനറി ഡിസോർഡേഴ്സ്, മൂത്രാശയ രോഗങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഇംപ്രൂവ്സ് കോംപ്ലക്ഷൻ ഓഫ് സ്കിന്നിന്റെ ആ ഒരു കോംപ്ലക്ഷൻ, അതിന്റെ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, അതിന്റെ ഒരു പ്രഭ വർദ്ധിപ്പിക്കാനൊക്കെ തന്നെ ഇത് സഹായിക്കുന്നു. മസിൽ ബിൽഡിങ്ങിന് ഇത് വളരെ ഗുണകരമാണ്. മസിലുകൾക്ക് സ്ട്രെങ്ത് കൊടുക്കാൻ സഹായിക്കുന്നു. ആന്റി ക്യാൻസർ ആണ്, ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്നു. ആന്റി ആർത്രൈറ്റിസ്, പിന്നെ വാദത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ആന്റി ഡിപ്രസന്റ്, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ വളരെ ഗുണകരമാണ്. ഉദാഹരണ പ്രശ്നം കുറയ്ക്കാൻ, ഉദാഹരണ പ്രശ്നങ്ങൾ ഇല്ലാതേക്കാൻ ഇത് വളരെയധികം ഗുണകരമാണ് ഈ ഒരു ഇൻഗ്രീഡിയന്റ്.